കല്യാണി, നീ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. അച്ഛന്റെ അല്ല, നിന്റെയാ കല്യാണം. അതോർത്തിട്ട് തീരുമാനം പറഞ്ഞാ മതി. എനിക്കൊന്നും ആലോചിക്കാനില്ല. മാഡത്തിന്റെയും അച്ഛന്റെയും ഇഷ്ടം എന്റെ ഇഷ്ടം. ഈ നാട്ടില് പെണ്ണായിട്ട് ജനിച്ചാൽ കല്യാണം കഴിയുമ്പോ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. നാട്ടു നടപ്പാ അത്. അലക്സ്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോഴേ ചലഞ്ച് ചെയ്യുന്നവർക്ക് നേരെ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അതെ അതെ അതെ, ആ ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ, ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് കോൾ മീ ബാക്ക്. ഓക്കെ, ശരി ശരി, താങ്ക്സ്. ഹലോ മാഡം, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അയ്യോ, എന്തൊരു ഞെട്ടലായത്. കൊള്ളാം, മാഡം എന്നുള്ള വിളി കേട്ടിട്ടാണോ ഇങ്ങനെ ഞെട്ടിയത്? അതെ, ഇനി നീ ഇവിടെ പാചകക്കാരിയല്ല, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പബ്ലിസിറ്റി ഡിസൈനർ മിസ്റ്റർ രാജീവിന്റെ ഭാര്യയാകാൻ പോകുന്ന ആളാ. മാത്രമല്ല, നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറും. അപ്പം മാഡത്തിന് വേണ്ട ഇനി വിളിക്കാൻ. എന്തു പറയുന്നു? അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പൊ തന്നെ ഓരോന്നോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതിന്റെ സങ്കടത്തിലാ ഞാൻ. എന്തുപറ്റി കല്യാണി? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു, ആളാകെ ഡള്ളായിരിക്കുന്നു. സുഖമില്ലേ നിനക്ക്? അതെങ്ങനെ പറയണമെന്ന് അറിയില്ല എനിക്ക്. എനിക്ക് ഈ കല്യാണം വേണ്ട വലിയ കുഞ്ഞ്. ഈ വീടും ഇവിടെ ഉള്ളവരൊക്കെ വിട്ടിട്ട് എനിക്ക് പോവാൻ പറ്റില്ല. കല്യാണം എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചിനൊരു പെടച്ചിലുണ്ടാവുക. ഇവിടുന്ന് പോകുന്നത് പ്രാണം പോകും പോലെ എനിക്ക്. അതുകൊള്ള. ഹലോ കല്യാണി, ഇത് നിനക്ക് മാത്രമല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന തോന്നല. കുറച്ച് നാള് കഴിയുമ്പോ ഇതൊക്കെ താനേ അങ്ങ് മാറിക്കോളും. ഇത്തരം തോന്നലുകളൊക്കെ വെറും ഒരു ഭ്രമമാണ്, അത്രേ ഉള്ളൂ. ഭ്രമമൊന്നുമല്ല, എന്റെ മനസ്സിന് സത്യം ഞാനീ പറയണേ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവ് ചിലപ്പോ ജോലിക്ക് വിടില്ല എന്ന് കമലേച്ചി പറഞ്ഞു. അതാ എനിക്ക് ഏറ്റവും സങ്കടമായ. ഏയ് കമോൺ കല്യാണി, നോക്ക്, ഞാനൊരു കമ്പനിയുടെ ബോസ് ആയിരുന്നിട്ട് വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? നീ ഒന്ന് പറഞ്ഞേ. അയ്യോ, ഇത്രയും കമ്പനികളൊക്കെ ഉള്ള ഒരാള് വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോവേ? അതെന്തിനെപ്പോ? കറക്റ്റ്. ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോവില്ല. അതുപോലെ തന്നെയാ നിന്റെ കാര്യവും. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന രാജീവിന് മാസം 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. മാത്രമല്ല, കമ്പനി വക ക്വാർട്ടേഴ്സും കാറും വേറെയുണ്ട്. അങ്ങനെയുള്ള രാജീവ് ഭാര്യയെ മറ്റൊരു വീട്ടിൽ അടുക്കള പണിക്ക് അയക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന രാജീവിന് മാസം 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. മാത്രമല്ല, കമ്പനി വക ക്വാർട്ടേഴ്സും കാറും വേറെയുണ്ട്. അങ്ങനെയുള്ള രാജീവ് ഭാര്യയെ മറ്റൊരു വീട്ടിൽ അടുക്കള പണിക്ക് അയക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിർത്തിയാ തന്നെ അത് ശരിയാണോ? നീ തന്നെ പറഞ്ഞേ. അത് ശരിയല്ല. അതെ, നോക്ക് കല്യാണി, നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് നോക്കണ്ടേ? അനിയൻകുട്ടനെ പഠിപ്പിച്ച് വലിയ ആളാക്കണ്ടേ? വേണ്ടേ? പറഞ്ഞീ. വേണം. അതാ ഞാൻ പറഞ്ഞതും. ഇവിടെ ജോലി ചെയ്താ എനിക്ക് മാസം 10,000 രൂപ കിട്ടും. കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ അതും കിട്ടില്ല. പിന്നെ എങ്ങനെയാ അച്ഛനെ അനിയൻകുട്ടനെ സഹായിക്കണേ? അയ്യോ കല്യാണി, നീ പാചകം ഒന്നും ചെയ്യണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ നീ ഇപ്പോ. മാസം നിനക്ക് എന്ത് ശമ്പളമാ വേണ്ടെന്ന് നീ ഞങ്ങളോടാ പറയേണ്ടത്. അങ്ങനെയാണോ? എങ്കിൽ മാസശമ്പളം തരൂ എനിക്ക്. മാസാമാസ ശമ്പളം തരും. അതാണല്ലോ തരേണ്ടത്. എത്രയാണെന്ന് നീ പറ. വലിയ കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 2,000 രൂപ തരാൻ പറ്റുമോ?
2000 രൂപയോ? അയ്യോ, എന്തിനാ ചിരിക്കണേ? ഞാൻ ചോദിച്ചത് കൂടിപ്പോയോ? കല്യാണി, എന്ത് മണ്ടത്തരമായി പറയുന്നേ? പാചകത്തിന് 10,000 രൂപയാ നിന്റെ ഇവിടുത്തെ ശമ്പളം. അപ്പൊ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറിന് 2000 രൂപ എങ്ങനെ ശരിയാവും? അല്പം പോലും ബുദ്ധിയില്ലല്ലോ നിനക്ക്. ഏയ്, അങ്ങനെ എന്നെ കളിയാക്കല്ലേ. പാചകത്തിന് രാവിലെ എണീറ്റ് കുളിച്ച് ബെഡ് കോഫി തൊട്ട് തുടങ്ങി രാത്രി ഡിന്നർ വരെ വലിയ ജോലിയല്ലേ? ഇതെന്താപ്പോ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാ വെറുതെ ക്യാമറയ്ക്ക് മുന്നേ ചിരിച്ചാ മതിയെന്നാ അനികുഞ്ഞൻ പറഞ്ഞത്. വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതിന് ഇതിൽ കൂടുതൽ ശമ്പളം ചോദിക്കുന്ന മോശമല്ലേ? അതാ അപ്പൊ ഞാൻ അത് നിനക്ക് അറിയാത്തോണ്ടാ. വലിയ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറിന് കോടികൾ അവര് പ്രതിഫലം കൊടുക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പം നിനക്ക് മാസം 50,000 രൂപ തരാന്നാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താ അതുപോലെ? എന്റെ ഈശ്വര, ചിന്തിക്കാൻ കൂടി വയ്യ. 50,000 രൂപയോ? ആ, 500 രൂപയുടെ ഒറ്റനോട്ടും കൊണ്ട് ചന്തയിൽ പോകുമ്പോ തന്നെ എനിക്കൊരു വിറയല. അങ്ങനെയുള്ള എനിക്ക് 50,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാ കല്യാണി ഇപ്പൊ ബോധം കെട്ടി പിഴയുള്ളൂ. ആയിക്കോട്ടെ, മെഡിസിൻ എടുത്ത് ശരിയാക്കിക്കോളാം. നീ ശ്രദ്ധിക്കുന്നില്ലേ കല്യാണി? ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. അതാ ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ അരവിന്ദിന്റെ നന്ദനയുടെ കല്യാണം നടത്തണം. അതോടെ ഇവിടെ എല്ലാം ശരിയാവും. അതാണ് എന്റെ ലക്ഷ്യവും. അത് കൊള്ളാം. അങ്ങനെ എല്ലാവരുടെയും കല്യാണം നടത്തിയാ മതിയോ? അപ്പോ വല്യകുഞ്ഞിന്റെ കല്യാണം എന്ന് നടത്തണേ? എന്റെ കല്യാണം? ആ, അത് വല്യകുഞ്ഞ് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാ വല്യകുഞ്ഞിന്റെ കല്യാണം? ആ, എനിക്ക് വിധിച്ചിട്ടുള്ള പെണ്ണിനൊപ്പം എന്റെ കല്യാണം നടക്കും കല്യാണി. സമയാവട്ടെ, ഞാൻ വെയിറ്റിംഗ്. അപ്പോ ഇതുവരെ കണ്ട പെൺകുട്ടികളില് അങ്ങനെ ഒരാളെ കണ്ടതേയില്ല? കഷ്ടാണല്ലോ. ആ, കണ്ണുവരെ എത്തിയിട്ടുണ്ട്. ഇനി ആ മനസ്സും കൂടെ കണ്ടറിഞ്ഞാ മതി. വരട്ടെ, കാണാൻ പറ്റുമോ നോക്കാം. ഹലോ, ആ പറഞ്ഞു. അമ്മേ, ദേവി, വല്യകുഞ്ഞിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് കൺമുന്നിൽ എത്തിച്ചു കൊടുക്കണേ. ഞാൻ കുങ്കുമാഭിഷേകം ചെയ്തോളാം. ദേവി, മഹാമായേ. കല്യാണപ്പല്ലക്കിൽ വേളിപ്പയ്യൻ എന്നെ കാണാനെത്തിയ മണവാളനായി എവിടെ ചിങ്കിവാവേ. കല്യാണപ്പല്ലക്കിൽ വേളിപ്പയ്യൻ നിന്നെ കാണാനെത്തിയ മണവാളനായി നിന്നെ കാണാനെത്തിയ മണവാളനായി. ഇവക്കെന്ത് ഭ്രാന്താ? പനിനീർ പന്തൽ ഇഷോ, ആനന്ദിന്റെ ഫോട്ടോ. ദൈവമേ, ഇതെങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ തൊലഞ്ഞത് തന്നെ. ഇവളെന്നെ കൊലയ്ക്ക് കൊടുക്കോ? ആന്റി ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എടി എടി, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ വെറുതെ ആനന്ദേട്ടനൊപ്പം ഡ്യൂറ്റ് പാടി നോക്കിയതാ. അവളുടെ ഒരു ഡ്യൂയറ്റ്. എടി, നിനക്കെന്നും അവന്റെ ഫോട്ടോയും വെച്ച് ഡ്യൂയറ്റ് പാടാനുള്ള യോഗമേ ഉള്ളൂ. ഒറിജിനലായിട്ട് കൈപിടിച്ചേ ഡ്യൂയറ്റ് പാടാനുള്ള ഒരു യോഗം ഇല്ല. അയ്യോ ആന്റി അങ്ങനെ പറയല്ലേ. പറയാതെ പിന്നെ. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിലേ ഇതിനു മുന്നേ ആനന്ദിനെ കറക്കി എപ്പോഴും എടുത്തേനെ. ഇത് വെറുതെ സമയം കളയാനായിട്ട് കഷ്ടം. ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയുന്നേ? ആനന്ദേട്ടന്റെ റൂമിൽ ചെന്ന് ഞാൻ പാടണോ? നീ പാട്ടൊന്നും പാടണ്ട, പഞ്ചാര അടിക്കോ. ആനന്ദിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ.
ശോ, ഇവളെ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? എടി, ഈ പാലില് കൽക്കണ്ടം ചേരുന്ന പോലെ നല്ല മധുരമായിട്ട് സംസാരിച്ച് മയക്കണോന്ന്. പറഞ്ഞ വല്ല മനസ്സിലായ തീറ്റപ്രാന്തി. അല്ല ആന്റി, അതിപ്പോ എങ്ങനെയാ സംസാരിച്ച് മയക്കുന്നേ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അയ്യോ കഷ്ടം. നിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് ചോദിക്കുന്ന ചോദ്യമാണോടി ഇത്? ഹ്, ആഹാരം കണ്ട 2 മാസം പട്ടിണി കിടക്കുന്ന പെരുമ്പാമ്പിനെ പോലെ വെപ്രാളത്തിൽ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റാൻ അറിയാലോ. ഹ്, ആനന്ദിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ മയക്കി കയ്യിലെടുക്കണോന്ന് അറിയത്തില്ലേ? അറിഞ്ഞൂടാ ആന്റി, എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞതാ, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. എടി, നിനക്ക് ഈ തീറ്റ മാത്രമേ ഉള്ളൂ ഹോബി, സിനിമയൊന്നും കാണില്ലേ? സിനിമയിലൊക്കെ ഇതുപോലുള്ള എത്ര നല്ല സീൻസ് ഉണ്ട്. അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ശ്ശോ, മരുന്നിനെങ്കിലും ഒരെണ്ണം എടുത്ത് പ്രയോഗിക്കാൻ. അയ്യോ ആന്റി, പണ്ട് എനിക്ക് ഓർമ്മ കുറവാ. അതല്ലേ പഠിത്തം നിർത്തിട്ട് തയ്യല് പഠിപ്പിക്കാൻ അയച്ചേ. അയ്യോ, ശരി ശരി, നിന്റെ ചരിത്രം പറയാനൊന്നും നിക്കണ്ട. ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങ് ചെയ്താ മതി. ആ ശരി ശരി, കാണിച്ചാ. ഉം. ആ, ദേ, ആ. ഇപ്പൊ നീ ആനന്ദാണെന്ന് വിചാരിക്കണം. വിചാരിച്ചോ? വിചാരിച്ചു. ആ, വിചാരിച്ചെങ്കിലേ എന്നാ പിന്നെ ആനന്ദിനെ പോലെ നിൽക്ക്. അയ്യേ, അങ്ങനെയല്ല, ദേ ഇങ്ങനെ. ഇപ്പോ നീ ഞാൻ, മനസ്സിലായോ? എന്ന് വെച്ചാ നീയാണ് ഞാനെന്ന് മനസ്സിലായോ? ജയന്തിയാണ് ഞാനെന്ന്. ഓക്കെ. ആ, ജയന്തി ആനന്ദിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ആനന്ദേട്ടാ, ആനന്ദേട്ടനെ കാണുമ്പോഴേ എനിക്ക് ഇതുവരെ ആരോടും തോന്നാത്ത എന്തോ ഒരിതാ. സത്യം. ഈയിടെയായിട്ടെ എന്റെ സ്വപ്നങ്ങളിൽ പോലും ആനന്ദേട്ടൻ ഒരുപാട് കൂട്ടുവന്നിട്ടുണ്ട്. ആനന്ദേട്ടനെ അറിയോ? ഇപ്പൊ എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴേ ഈ മുഖ പാത്രത്തിൽ നിറയുന്നത്. മുഖം നോക്കാൻ കണ്ണാടി എടുക്കുമ്പോഴും അതില് തെളിയുന്നതും ഈ ആനന്ദേട്ടന്റെ മുഖം. എന്തിനാ ആനന്ദേട്ടാ എന്റെ രാത്രി ഉറക്കം കട്ടുകൊണ്ട് പോകുന്നത്? ഞാനൊരു പാവം പെൺകുട്ടിയല്ലേ? എടി, നിന്നെ ഞാൻ ചിരിക്കുന്നോടി. നിനക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരുമ്പോ കളിയാക്കുന്നോടി. ഓ, നിങ്ങക്ക് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ? അതല്ല ആന്റി, ചിരി സഹിക്കുന്നില്ല, അതുകൊണ്ടാ. സോറി സോറി. അയ്യോ, അവളുടെ ഒരു ചോറി. എടി, നിനക്ക് ആനന്ദിനെ കല്യാണം കഴിക്കണോ വേണ്ടയോ? അതാദ്യം പറ. അയ്യോ, അത് വേണം, കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കുന്നത് നീ കണ്ട അതേപോലെ ചെയ്യേ. ശരി ആന്റി, ആന്റി പറ, അല്ലെ കാണിക്ക്, ഞാൻ റെഡിയാ. വാ. എന്നിട്ട് തള്ള വിരലുകൊണ്ട് ഇങ്ങനെ ഒരച്ച് ഇങ്ങനെ കറങ്ങി
എല്ലാം നല്ലതുപോലെ മനസ്സിലായല്ലോ. ദേ ഇതേപോലെ വേണം ആനന്ദിന്റെ റൂമിൽ ചെന്ന് പറഞ്ഞു മയക്കാൻ. ഓക്കെ? ഞാൻ റെഡി ആന്റി. ആ പിന്നെ ഈ ഡ്രസ് മതിയല്ലോ അല്ലേ? അതൊന്ന് മാറ്റണോ? ഏയ് വേണ്ട വേണ്ട, ഈ ഡ്രസ്സിന് വലിയ കുഴപ്പമൊന്നുമില്ല. ദേ ഇതൊക്കെ നേരെ വെച്ചേ ആ കോണിപ്പടി വരെ ഞാനും വരാം. ആ ദേ ഇതൊക്കെ ഇവിടെ വെക്ക്. വാ. ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ആനന്ദിന്റെ മനസ്സിൽ പ്രണയം തോന്നണം. ഈ ആന്റി പറഞ്ഞതുപോലെ മധുരമായിട്ട് വേണം സംസാരിക്കാൻ. അത് ഞാൻ ഏറ്റു. അന്ന് ബ്യൂട്ടി കോntestൽ തോറ്റതുപോലൊന്നും അല്ല, ഇത് ഞാൻ ജയിക്കും. ആനന്ദേട്ടന്റെ ഹൃദയം മോഷ്ടിച്ചുണ്ടേ ഈ ഞാൻ വരൂ. മതി മതി, ധൈര്യമായിട്ട് പോ. ആനന്ദ് റൂമിലുണ്ട്. ദേ അറിയാലോ, ആ കാണുന്ന ഇടത്തെ മുറി. എനിക്കറിയാം ആന്റി. വെരി ഗുഡ്. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. പോ. ഭഗവാനേ, ഇവളെങ്ങനെയെങ്കിലും ആനന്ദിനെ ഒന്ന് കറക്കിയെടുത്താ മതിയായിരുന്നു. പഠിച്ചു വെച്ചതൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെ പറയും? എല്ലാം മറന്നു മറന്നു പോകുന്നല്ലോ. ആനന്ദിനെ ജയന്തി വലയിലാക്കിയെടുത്ത ഞാൻ ശർക്കരയും പഴവും പാലും പച്ചക്കറിയും കൊണ്ട് കുറെ തുലാഭാരങ്ങ് നടത്തും. എന്നിട്ട് വേണം അവളുടെ അമ്മായിയായിട്ട് നിന്ന് തൃച്ചംബരത്ത് അധികാരം പിടിച്ചെടുക്കാൻ. പിന്നെ ആ അഖിലാണ്ടേശ്വരി ഇവിടുത്തെ പുറം പണിക്കാരിയാ. മുറ്റം തൂക്കാനും പാത്രം കഴുകാനൊക്കെ പറയും ഞാൻ. അഖിലാണ്ടേശ്വരി. ആനന്ദേട്ടാ, ആനന്ദേട്ടാ, ഇവിടെ ആരുമില്ലേ? നാണം കാരണം വിശപ്പോട് വിശപ്പ്. ആനന്ദേട്ടൻ ബാത്റൂമിൽ പോയതായിരിക്കും. വരുന്നതിന് മുന്നേ ഇതിന്റെ ടേസ്റ്റ് നോക്കിയേക്കാം. ഇപ്പൊ കുറച്ച് ഓക്കെ. ആളിവിടെ ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ വിളിയാക്കേണ്ടതല്ലേ? പുറത്തു പോയിട്ട് വരുമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഒന്നുകൂടി റിഹേഴ്സൽ നോക്കി വെക്കാം. ആനന്ദേട്ടാ, ആനന്ദേട്ടാ, അത് വേണ്ട. ആനന്ദേട്ടാ, ആനന്ദേട്ടാ. അവൾ അവിടെ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. ശോ, ടെൻഷൻ തുടങ്ങി. ഭഗവാനെ, എല്ലാം നല്ലതുപോലെ നടക്കണേ. ആനന്ദേട്ടാ, ഇതുവരെയും എനിക്ക് ആരോടും തോന്നാത്ത എന്തോ ഒന്ന് എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയില്ല. ആ മുഖത്ത് നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നത് പോലെ. ഇടയിലൊന്നും ആരും കയറി വന്നേക്കല്ലേ സ്വാമി. നെയ്യഭിഷേകവും പാലഭിഷേകവും. നീ എന്താ ഇവിടെ നിന്ന് കറങ്ങുന്നേ? ചേച്ചി, പകല് എല്ലാ ലൈറ്റും ഓണായി കിടക്കുക. അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യാന്ന് വിചാരിച്ചു.
അതിനൊക്കെ ഇവിടെ ജോലിക്കാരില്ലേ? ആനന്ദ് റൂമിലുണ്ടോ? വിലാസിനെ, നിന്നോടാണ് ചോദിച്ചത്, കേട്ടില്ലേ നീ? ഏ ആനന്ദ് റൂമിലുണ്ടോന്ന്. അത് ആനന്ദ് എന്തു പറ്റി നിനക്ക്? ഞാൻ പോയി നോക്കിക്കോളാം, മാറി നിൽക്ക്. എന്റെ ഈശ്വര,